കറി ഇതാ കടുകൊക്കെ വറവിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളി കൊഴുകൊഴുന്നനെയുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണം. എൻ്റെ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്കും ഷെയറും സപ്പോർട്ടും ചെയ്യണേ കൂട്ടുകാരേ. ഇത്രയും കഷ്ണം കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് വരൂ. അപ്പോൾ ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും 4 പച്ചമുളകും വെച്ചിട്ട് നമുക്കൊരു മസാലക്കറി അങ്ങ് ഉണ്ടാക്കാം. ഇതിലേക്ക് കുറച്ച് പരിപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. കുക്കറിലല്ല പരിപ്പ് വെക്കുന്നത്, ചട്ടിയിലാണ് പരിപ്പ് വെക്കുന്നത്. അടുപ്പത്താണ് കൂട്ടാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേവുന്ന സമയം നോക്കിയിട്ട് നമുക്ക് കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുക്കാം. എല്ലാ കഷ്ണങ്ങളും ഒരുപോലെയുള്ള വേവാണ്, പ്രത്യേകം കഷ്ണങ്ങളൊന്നും ഇല്ല. ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പുളി ചേർക്കണം കേട്ടോ. ഉപ്പും പാകത്തിന്. ഉപ്പും പുളിയും ഞാൻ ചേർക്കുന്നത് കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് മുന്നേ കൂട്ടി ഞാൻ പറയണത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരമുറി നാളികേരമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉലുവ ഇടുന്നുണ്ട്, പിന്നെ പെരുംജീരകം. ഇത്രയാണ് ചേരുവകൾ. ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് കൂട്ടാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇനി പരിപ്പെല്ലാം വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പരിപ്പ് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളിയും പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കേട്ടോ. ഉപ്പിടുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, അത് ഞാൻ മറന്നു പോയതാണ് വീഡിയോ എടുക്കാൻ. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം, എങ്കിൽ മാത്രമേ കറി പറ്റിയ കാരണം കേട്ടോ പരിപ്പിൻ്റെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാനിതാ ഈ ചേരുവകളൊക്കെ വറക്കാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് വറക്കണം. മല്ലിമുളകും മഞ്ഞളും ലാസ്റ്റാണ് ഞാൻ വറക്കണത് കേട്ടോ. അപ്പോൾ ഉലുവ ഇതിൽ ചേർക്കണം. എന്താണെന്ന് വെച്ചാൽ ഉലുവയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉലുവ ഇടാൻ ശ്രമിക്കണം കേട്ടോ. ഈ തേങ്ങയെല്ലാം നമുക്കൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പുണ്ടോ നോക്കണം. എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന കറിയല്ല കേട്ടോ, അതും വേണം പറയാൻ. അപ്പോൾ എപ്പോഴും നമുക്കിത് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെടില്ല. പിന്നെയെന്ന് വെച്ചാൽ ചപ്പാത്തിക്കും പിന്നെ ചോറിനും പറ്റുന്ന കറിയാണ് കേട്ടോ. ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് ഈ കറി കേട്ടോ. എനിക്ക് ഞാൻ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ചു. നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം കേട്ടോ. ഇനി എന്താ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കറി ഒന്ന് കടുകിൽ വറവിടണം. വറവിടുമ്പോൾ കറിവേപ്പിലയും കൂടി വറവിടുക. ഇപ്പം